നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പിന് ബർക്കത്തുണ്ട്, അതിനാൽ മമ്പുറത്തെ തങ്ങളുടെ ചെരുപ്പിനും ബർക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രത്തിന് ബർക്കത്തുണ്ട്. ഇപ്പോൾ CM മടവൂരിൻ്റെ ട്രൗസർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാം. നമ്മൾ പ്രൂഫ് വേണ്ടി ചർച്ചയ്ക്ക് എടുത്തിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു പോലും റസൂലിലേക്ക് ചേർത്തി പറഞ്ഞൊരു കാര്യത്തെ എന്താ ചെയ്തത്, ഇത് സത്യമാണോ എന്ന് അന്വേഷിക്കട്ടെ എന്നാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തെ അന്വേഷിക്കാൻ അൻസ്വാറുകളിൽ കിബാറുകളായ സ്വഹാബത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എന്താ, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അതിൻ്റെ പിറകിൽ പോകലല്ല. അത് റസൂലുള്ളാഹിയിലേക്ക് എത്തിയിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ ഒരു വിശ്വാസം എന്ത് ചെയ്യാൻ പാടില്ല, അത് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഏതെല്ലാം വ്യതിയാന കക്ഷികൾ ലോകത്തുണ്ടായിട്ടുണ്ടോ അവർക്കെല്ലാം ഗണ്യമായ മറുപടി കൊടുത്ത ഗ്രന്ഥമാണിത് സ്വഹീഹുൽ ബുഖാരി. അപ്പോൾ ആ സ്വഹീഹുൽ ബുഖാരി എടുത്തു കാട്ടിയിട്ട് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങൾ വെളുപ്പിക്കാൻ നോക്കുന്നു എന്നത് വങ്കത്തരമാണ്, അത് മഹാവിഡ്ഢിത്തമാണ്. ഇത്തരത്തിലുള്ള മുസ്ലിയാക്കന്മാരോട് അതാണ് നമുക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ അമ്മാ ബഅദ്. ഏറെ സ്നേഹസമ്പന്നരായ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ആദർശ വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ നിലപാടുകൾ കൃത്യമായി വിശകലനം ചെയ്ത് മുന്നോട്ട് പോകുന്ന പ്രൂഫ് പോയിൻറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ചർച്ചയിൽ നമ്മോടൊപ്പമുള്ളത് ബഹുമാന്യരായ ഉസ്താദുമാർ മൂസ സ്വലാഹി, ഷാഫി അൽ ഹിക്കമി എന്നിവരാണ്. കൂടുതൽ ആമുഖങ്ങളില്ലാതെ നമ്മൾ ഒന്നാമത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അഹ്ലുസുന്നയുടെ ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമസ്ത അവരുടെ ആശയപ്രചാരണത്തിന് ഉപയോഗിക്കുന്ന വ്യത്യസ്ത മാധ്യമങ്ങളിലൊന്നായ അവരുടെ അവസാന ലക്ക സുന്നി വോയിസിലൂടെ മതപ്രമാണങ്ങൾ സുന്നികൾക്ക് മാത്രം എന്ന ഒരു തലവാചകത്തോടു കൂടി ആ ഒരു പ്രസിദ്ധീകരണത്തിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. സമസ്തക്കാർ അവർ വെച്ചു പുലർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒട്ടനവധി തെറ്റായ, ശിർക്കായ, ബിദ്അത്തായ ആശയാദർശങ്ങൾ, തവസ്സുൽ, ഇസ്തിഗാസ, തബറുക്ക് അടക്കമുള്ള വ്യത്യസ്തങ്ങളായ അവരുടെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രമാണങ്ങളുണ്ട്, തെളിവുകളുണ്ട് എന്ന് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ലേഖനമാണ് പ്രസ്തുത ലേഖനം. എന്നാൽ ആ ലേഖനം നമ്മൾ പരിശോധിക്കുമ്പോൾ അത് തീർത്തും അതിനൊരു വ്യക്തമായ വിശദീകരണവും ആ ലേഖനം ഒന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് സമസ്ത അവരുടെ ആദ്യകാല ആശയങ്ങളിൽ നിന്ന് ഒരുപാട് യൂട്ടേണുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു ലേഖനത്തെ കൃത്യമായി നമ്മൾ അവലോകനം, വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ലേഖനത്തിൽ സമസ്തയുടെ ആശയങ്ങൾക്ക് തെളിവാണ് എന്ന് പറഞ്ഞുകൊണ്ട്, പ്രമാണങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകാര്യമായതും അസ്വീകാര്യമായതും ഒരു വേള സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയും സ്വന്തമായ വ്യാഖ്യാനങ്ങൾ കൊടുത്തുമെല്ലാം ഒരുപാട് ഉദ്ധരണികൾ അവർ അതിൽ കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കും അതിൻ്റെ സത്യാവസ്ഥകളിലേക്കുമാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഉസ്താദ്, ഇതിലിപ്പോൾ അവരാ കൊടുത്ത ഹെഡിങ് മതപ്രമാണങ്ങൾ സുന്നികൾക്ക് മാത്രം എന്നാണ് ആ ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ലേഖനവും ആ ലേഖനത്തിലെ ആശയവും അതേപോലെ തന്നെ ആ ഹെഡിങ്ങും എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു, അതല്ലെങ്കിൽ ആ ഹെഡിങ്ങിനോട് ലേഖനം എത്രത്തോളം കൂറു പുലർത്തിയിട്ടുണ്ട് എന്നുള്ളതൊന്ന് വിശദീകരിക്കാമോ? ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സമസ്തയുടെ മുഖ്യ പ്രസിദ്ധീകരണം സുന്നി വോയിസ് 2026 ജൂലൈ ആദ്യ ലക്കം, അതിൻ്റെ പുറംചട്ടയിൽ തന്നെ മതപ്രമാണങ്ങൾ സുന്നികൾക്ക് മാത്രം എന്ന ഒരു തലവാചകം കാണാം. ആ തലവാചകത്തിൽ ഉള്ള ലേഖനം 6-ാമത്തെ പേജിലാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു ലേഖനം സമസ്തക്കാർ ഈ സന്ദർഭത്തിൽ കൊണ്ടുവന്നത്? ഇത് മുഴുവനായി വായിച്ചാൽ അത് വ്യക്തമാവും. രണ്ടാമത്തെ കാര്യം, മതപ്രമാണങ്ങൾ എന്നൊക്കെ പറയാൻ മാത്രം, അല്ലെങ്കിൽ മതപ്രമാണങ്ങൾ ഉള്ളവരാണ് ഞങ്ങൾ എന്ന നിലക്കൊക്കെ അവകാശപ്പെടാൻ മാത്രം നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ വളർന്നു എന്നത് വലിയ സന്തോഷമുളവാക്കുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ
വിശ്വാസപരമായി അശ്അരിയത്ത് അല്ലെങ്കിൽ മാതുരീദിയ രണ്ടിൽ ഏതെങ്കിലും ഒരു ആശയത്തെ അന്ധമായി അനുകരിക്കണം എന്നാണ് ഈ നിമിഷവും സമസ്തയുടെ വിശ്വാസം. കർമ്മശാസ്ത്രപരമായിട്ടാണെങ്കിൽ പിന്നെ ഷാഫി മദ്ഹബ് അല്ലെങ്കിൽ ഹനഫി മദ്ഹബ് അത് അന്ധമായി അനുകരിക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ അശ്അരി മദ്ഹബ് പ്രകാരം മാതുരീദി മദ്ഹബ് പ്രകാരം പോകുന്ന സമസ്തക്കാർക്ക് ഈ ലേഖനത്തിൽ കൊണ്ടുവന്ന തെളിവുകൾ എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നത് മറ്റൊരു ചർച്ച കൊണ്ടുവരേണ്ട വിഷയമാണ്. ഏതായിരുന്നാലും മതപ്രമാണങ്ങൾ സുന്നികൾക്ക് മാത്രം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് എന്തിനാണ് ലേഖകൻ ഇങ്ങനെ ഒരു ലേഖനം എഴുതിയത്? ഇതിൻ്റെ തുടക്കത്തിൽ കാണാം. എന്നാൽ പിൽക്കാലത്ത് ഉയർന്നു വന്ന ചില നവീനവാദികൾ മുസ്ലിം ഉമ്മത്ത് നൂറ്റാണ്ടുകളായി ആചരിച്ചു പോന്ന ഖബർ സിയാറത്ത്, തവസ്സുൽ, ഇസ്തിഗാസ, ഖബറിടങ്ങളിലെ ദുആ, ബറക്കത്തെടുക്കൽ തുടങ്ങിയ പുണ്യകർമ്മങ്ങളെ ഷിർക്കും ബിദ്അത്തുമായി മുദ്രകുത്തി. അപ്പോൾ ഇത് സമസ്ത കൊണ്ട് നടന്ന കുറേ വിശ്വാസങ്ങൾ ഇവിടെ നൂറ്റാണ്ടുകളായി ഉണ്ട്. നവീനവാദികൾ വന്ന് അതൊക്കെ മാറ്റാൻ നോക്കിയെന്നാണ് ഈ ലേഖകൻ അവകാശപ്പെടുന്നത്. ഏതായിരുന്നാലും ഇസ്ലാമിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ യഥാർത്ഥ ഖബർ സിയാറത്തും ശരിയായ തവസ്സുലും ശരിയായ ഇസ്തിഗാസയും ഖബറാളികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഇതൊക്കെ കൃത്യമായി നടന്നു വരുന്നു മുസ്ലിം സമൂഹത്തിൽ. അതിൽ നിന്ന് തെറ്റി ലോകത്ത് ഷിയാക്കൾ, സൂഫികളൊക്കെ പ്രചരിപ്പിച്ച ദീനുമായി അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളുമായി ബന്ധമില്ലാത്ത ഇടതേട്ടം, തവസ്സുൽ, അതേപോലെ മരണപ്പെട്ട അമ്പിയാക്കൾ, ഔലിയാക്കളെ നേരിട്ട് യാ ഹബീബല്ലാ, യാ റസൂലല്ലാ, അല്ലെങ്കിൽ ഏതാണോ അവരുടെ വിശ്വാസപ്രകാരമുള്ള വലിയ, ആ വലിയനെ നേരിട്ട് വിളിക്കുക മാത്രമല്ല നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുക തന്നെയാണ്. ബദരീങ്ങളെ, മമ്പുറം തങ്ങളെ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന രൂപത്തിൽ. അതുപോലെ ജാറങ്ങൾ, മക്ബറകൾ, അവിടെ പോയി അവിടുത്തെ പൊരുത്തം, അവിടുന്ന് ബറക്കത്ത് കിട്ടും എന്നാഗ്രഹിക്കുക. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ സമസ്ത ഒരു നൂറ്റാണ്ടായി ഇവിടെ കൊണ്ടു നടക്കുന്നു. അതേതായിരുന്നാലും അഹ്ലുസുന്ന വൽ ജമാഅയുടെ പാരമ്പര്യത്തിൽ കാണാൻ കഴിയില്ല. അപ്പോൾ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പാരമ്പര്യത്തെ തുടരുന്നവരെ നവീനവാദികളാക്കി മുദ്രകുത്തുകയും ലോകത്ത് ഷിയാക്കളും സൂഫികളും പ്രചരിപ്പിച്ചു പോന്ന, അവർ വേരുറപ്പിച്ച കാര്യങ്ങളെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച സമസ്തക്കാർ അഹ്ലുസുന്നയുടെ മുഖമായി മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരപകടമാണ് ഈ ലേഖനത്തിൻ്റെ തുടക്കത്തിലുള്ളത്. ഇനി മതപ്രമാണങ്ങൾ സുന്നികൾക്ക് മാത്രം എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ വിശ്വാസം സ്ഥാപിക്കാൻ നോക്കുന്നത്, അല്ലെങ്കിൽ തെളിവ് സമർത്ഥിക്കാൻ നോക്കുന്നത്. ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ സ്വഹീഹുൽ ബുഖാരി മുന്നിൽ വെച്ചിട്ടാണ് പ്രധാനമായും തെളിവെടുക്കാൻ നോക്കിയത്. കാരണം ഇമാം ബുഖാരിയുടെ പാരമ്പര്യം ഞങ്ങൾക്കുണ്ട് എന്ന് സമൂഹത്തെ അറിയിക്കാനായിരിക്കാം. അപ്പോൾ സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, ഇമാം ബുഖാരിയുടെ കിതാബാണത്. അതേപോലെ തന്നെ അതിൻ്റെ കുറേ മഹത്വങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് എന്താവില്ല, ഷിയായിസവും സൂഫിസവും അഹ്ലുസുന്നയായിട്ട് മാറൂല. കാരണം ഷിയാക്കളടക്കം സൂഫികളടക്കം ഖദരിയാക്കൾ, ജബരിയാക്കൾ, അതേപോലെ മുർജിഅത്ത്, അതേപോലെ ഖവാരിജുകൾ, മുഅ്തസിലിയാക്കൾ, ഏതെല്ലാം വ്യതിയാന കക്ഷികൾ ലോകത്തുണ്ടായിട്ടുണ്ടോ അവർക്കെല്ലാം ഗണ്യമായ മറുപടി കൊടുത്ത ഗ്രന്ഥമാണിത് സ്വഹീഹുൽ ബുഖാരി. അപ്പോൾ ആ സ്വഹീഹുൽ ബുഖാരി എടുത്തു കാട്ടിയിട്ട് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങൾ വെളുപ്പിക്കാൻ നോക്കുന്നു എന്നത് വങ്കത്തരമാണ്, അത് മഹാവിഡ്ഢിത്തമാണ്. ഇത്തരത്തിലുള്ള മുസ്ലിയാക്കന്മാരോട് അതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഒന്നാമത്തെ തെളിവ്, ഇമാം അൽ ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ അദബുൽ മുഫ്രദി എന്ന കിതാബിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു അസർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത ഒരു കാര്യം, ബാബുമാ യഖൂലു റജുൽ ഇദാ ഖദിറത്ത് റിജിലുഹു, കാല് കോച്ചി ഒരു പ്രത്യേക വേദനയും കാര്യമൊക്കെ ഉണ്ടാവുമ്പോൾ ഒരാൾ എന്ത് പറയണം എന്ന ഭാഗത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് കാല് കോച്ചൽ ഉണ്ടായപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഉദ്കുർ
അഹബ്ബന്നാസ് ഇലൈക്ക, ജനങ്ങളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ ഒന്ന് ഓർക്ക്. അപ്പം അദ്ദേഹം യാ മുഹമ്മദ്, യാ മുഹമ്മദാ എന്ന് വിളിച്ചു. ഈ അസറാണ് തെളിവായി കൊടുത്തത്. ഇതിന് കൊടുത്ത ഹെഡിങ് എന്താ അറിയോ? വിഷമഘട്ടങ്ങളിൽ മഹാന്മാരുടെ പേര് വിളിക്കൽ എന്നാണ് ഹെഡിങ്. വിഷമഘട്ടങ്ങളിൽ മഹാന്മാരുടെ പേര് വിളിക്കൽ. ഈ ഹെഡിങ് തന്നെ കുത്തിത്തിരിപ്പാണ്. കാരണം എന്താ അറിയോ? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാനല്ല ഈ അസർ. ഉദുക്കുർ എന്ന് പറഞ്ഞാൽ ഓർക്കുന്ന, ഓർക്കുക എന്നുള്ളതിനെ വിളിക്കുക എന്നാക്കി തട്ടിപ്പ് നടത്തുകയാണ് മുസ്ലിയാർ ചെയ്തത്. മാത്രവുമല്ല, വിഷമഘട്ടങ്ങളിൽ ആരെ വിളിക്കണം എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിനെ പഠിപ്പിച്ച ആളാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ നമുക്കറിയാം ദുആഉൽ കർബ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു. യാ ഹയ്യു യാ ഖയ്യൂം അതാരാ? അള്ളയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമം, അള്ളാഹുവിൻ്റെ വിശേഷണം, റഹ്മത്തി എന്ന വിശേഷണമൊക്കെ വെച്ചിട്ടാണ് വിഷമഘട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ടത്, സഹായം തേടേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സ്വഹാബത്തിൻ്റെ പേരിൽ ഷിർക്ക് പ്രചരിപ്പിക്കാനാണ് മുസ്ലിയാർ നോക്കിയത്. അപ്പോൾ ഈ സംഭവം പ്രധാനമായും 3-4 റിപ്പോർട്ടിലൂടെ വന്ന സംഭവമാണ് ഈ അസർ. ആ റിപ്പോർട്ടുകളെയെല്ലാം പണ്ഡിതന്മാർ പരിശോധനക്കെടുത്തു. എന്താണ് ആ അസറിൻ്റെ പരമ്പരയിലുള്ള പ്രശ്നം? 4 പരമ്പരകളിലും അറിയപ്പെടാത്ത റിപ്പോർട്ടർമാരുണ്ട്. അറിയപ്പെടാത്ത റിപ്പോർട്ടർമാർ വന്നിട്ടുള്ള പരമ്പരയാണ്. അതുകൊണ്ട് തന്നെ ആ പരമ്പര സ്വീകാര്യമല്ല എന്ന് പണ്ഡിതന്മാർ ചർച്ചയിലൂടെ തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ സുഫിയാന സൗരിയിൽ നിന്ന് വരുന്ന റിവായത്ത് അത് കുറച്ച് ദുർബലതയിൽ നിന്ന്, തമ്മിൽ ഭേദം തൊമ്മെന്നൊക്കെ പറഞ്ഞ പോലെ കുറച്ച് കുഴപ്പമില്ലാത്ത റിപ്പോർട്ടാണ്. അപ്പോൾ ആ നിലക്ക് സിഹത്തുണ്ട്, സ്വീകാര്യത ഉണ്ട് എന്ന നിലക്ക് പല ഗ്രന്ഥങ്ങളിലും ഇത് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിലെന്തില്ല? ഇവർ വാദിക്കുന്ന പോലെയുള്ള കാര്യത്തിന് തെളിവില്ല. അപ്പം ഇവരെന്തിനാണ് വാദിക്കുന്നത്? ജാറങ്ങളിൽ മക്ബറകളിൽ പോയി അല്ലെങ്കിൽ മരണപ്പെട്ട മഹാന്മാരെ എവിടുന്നും ആർക്കും വിളിക്കാം എന്ന് തെളിയിക്കാനാണ് ഈ സംഭവം കൊണ്ടുവരുന്നത്. അതിനുള്ള തെളിവന്നെ അല്ല ഈ സംഭവം. ഇപ്പോൾ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുണ്ട്, അതേപോലെ ഇമാം നവവി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇല്ല എന്നല്ല. 2 നിലക്കുള്ള ചർച്ച, ദുർബലമാണ് സ്വീകാര്യമാണ് എന്ന ചർച്ചയും പണ്ഡിത ലോകത്തുണ്ട്. അവരെല്ലാവരും വ്യക്തമാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ, അറബികൾക്കിടയിൽ സാധാരണയായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണെന്ത്, ഇങ്ങനെ കാലൊക്കെ കോച്ച് പിടിക്കുമ്പോൾ രക്തഓട്ടമൊക്കെ ഒന്ന് ഉഷാറായി കിട്ടാൻ വേണ്ടി നമുക്കിഷ്ടമുള്ള ആരെങ്കിലും ഒന്നിങ്ങനെ വിളിക്കും. അപ്പോൾ നമ്മളൊക്കെ സാധാരണ എൻ്റെ അമ്മയെന്ന് വിളിക്കും. ഉമ്മ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും എൻ്റെ അമ്മാന്ന് വിളിക്കും. അത് ഉമ്മ കാണുന്നു, കേൾക്കുന്നു, ഉമ്മ എന്നെ സഹായിക്കാൻ എത്തുമെന്ന വിശ്വാസത്തോടൊന്നുമല്ല. അപ്പോൾ ആ ഉമ്മ സ്വാലിഹത്തായ ഉമ്മയാണെങ്കിൽ ഇവരെ വിശ്വാസപ്രകാരം എന്താ, ആ വിളിയൊക്കെ ആ ഉമ്മ കേൾക്കണം, അറിയണം എന്നാണ്. ആ ഇസ്തിഗാസ. അപ്പോൾ ഇത് സാധാരണയായി ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന രീതിയാണ്, അവരുടെ ഒരു ചികിത്സാ രീതിയാണ്. ആ നിലക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെന്ത് ചെയ്തു? വിളിച്ചു. മാത്രവുമല്ല, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ വിളി കൊണ്ട് എൻ്റെ ഈ രോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിത്തരട്ടെ എന്ന നിലക്കുള്ളൊരു വിളിയല്ലത്. എനിക്കൊരു ഉപകാരം തരട്ടെ, എൻ്റെ പ്രശ്നം തീർക്കട്ടെ എന്ന നിലക്കുള്ള വിളിയല്ല. പതിവായി അവർക്കുള്ള രീതിയാണ്, ആ രീതി വെച്ച് ചെയ്തു എന്നാണ്. ഇനി മാത്രവുമല്ല, ഇവിടെ ഈ അസറിൽ വന്നിട്ടുള്ള പ്രയോഗം നമ്മൾ നോക്കണം. എന്താണ്? ഉദുക്കുർ എന്നാണ് പ്രയോഗം, അല്ലാതെ ഇസ്തഗിസ് എന്നല്ല. നീ സഹായം തേട്, ഉദു നീ പ്രാർത്ഥിക്ക്, ഉദു അങ്ങനെയൊന്നുമല്ല. ഉദുക്കുർ നീ ഒരാളെ ഓർക്ക് എന്നാണ് അതിലുള്ളത്. അപ്പോൾ ആ 2 പ്രയോഗങ്ങൾ വെച്ചിട്ട് ഒരിക്കലും എന്താകാൻ പറ്റൂല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസഘട്ടങ്ങളിൽ വിളിച്ച് സഹായം തേടലാണ്, വിളിച്ചപേക്ഷിക്കലാണ് എന്ന നിലക്ക് മുസ്ലിയാർ ഇവിടെ കൊടുത്ത അസർ വെച്ച് ഒരിക്കലും സ്ഥാപിക്കാൻ കഴിയില്ല. പിന്നെ മൂപ്പര് കൊടുത്തത് തിരുശേഷിപ്പ് കൊണ്ട് ബർക്കത്തെടുക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ആസാറുകൾ, ശേഷിപ്പുകൾ, ആ അവിടുന്നിൻ്റെ ശരീരത്തിന് ബർക്കത്തുണ്ട്, അവിടുന്നിൻ്റെ വിയർപ്പിന്, ഉമിനീരിന് ഒക്കെ, വസ്ത്രത്തിന്
എല്ലാ കാര്യങ്ങൾക്കും ബർക്കത്തുണ്ട് എന്നുള്ളത് അഹ്ലുസുന്നക്ക് തർക്കമില്ലാത്ത കാര്യമാണ്, ഒരു സംശയവും അതിലില്ല. എന്നാൽ അതിനെ മറയാക്കി ഇവർ നടത്തുന്ന ചൂഷണം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പിന് ബർക്കത്തുണ്ട്, അതിനാൽ മമ്പുറത്തെ തങ്ങളുടെ ചെരുപ്പിനും ബർക്കത്തുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രത്തിന് ബർക്കത്തുണ്ട്. ഇപ്പോൾ CM മടവൂരിൻ്റെ ട്രൗസർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാം, നമ്മൾ പ്രൂഫായിട്ട് ചർച്ചയ്ക്ക് എടുത്തിരുന്നു. അപ്പോൾ ആ ട്രൗസറിന് ബർക്കത്തുണ്ട്, അല്ലെങ്കിൽ CM മടവൂർ ഉപയോഗിച്ച വസ്ത്രത്തിന് ബർക്കത്തുണ്ട്, ഇനി അല്ലെങ്കിൽ കാന്തപുരം മുസ്ലിയാരുടെ വസ്ത്രത്തിന്, ജിഫ്രി തങ്ങളുടെ വസ്ത്രത്തിന് ബർക്കത്തുണ്ട്. അങ്ങനെ ഒരു ഖിയാസ് തുലനം ചെയ്യൽ എന്തല്ല പാടില്ല. ഇയാളിവിടെ കാട്ടിയ പണി അതാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുള്ള 2-3 ബാബുകൾ ഇവിടെ എടുത്തു കൊടുത്തു. കിതാബ് ഫറദുൽ ഖുംസിൽ വന്നിട്ടുള്ള ഒരു ബാബ് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പ്, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ, അവിടുന്ന് ഷഅർ, മുടി, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ, വടി, വാള്, മോതിരം, ഇതൊക്കെ ഖുലഫാകൾ ഉപയോഗിച്ചിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം സ്വഹാബത്ത് ഉപയോഗിച്ചിരുന്നു. ഈ ബാബിൽ ആർക്കും തർക്കമല്ല. ഈ ബാബ് ഇമാം ബുഖാരി കൊടുത്ത ഈ ബാബിൽ അഹ്ലുസുന്നക്ക് എന്തില്ല, ഒരു തർക്കമല്ല. ഇനി ഇമാം ബുഖാരി റഹിമഹുല്ല ഇന്ന് സമസ്തക്കാർ കൊണ്ട് നടക്കുന്ന വിശ്വാസം സ്ഥാപിക്കാനല്ല ഈ ബാബ് കൊടുത്തതും, അതുകൂടി മനസ്സിലാക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകൾ കൊണ്ട് ബർക്കത്ത് എടുക്കുക എന്നുള്ളത് അവിതർക്കിതമായൊരു കാര്യമല്ലേ. എന്നാൽ അത് തഅബ്ബുദിയാണ്, ഒരു ആരാധനയാണ്. തബറുക്ക് തഅബ്ബുദിയാണല്ലോ. അപ്പോൾ ആ ആരാധനയാകുന്ന കാര്യത്തെ മറ്റൊന്നിലേക്ക് ഖിയാസാക്കാൻ പറ്റൂല, അതിന് തെളിവാണ്. തെളിവില്ലാതെ പറ്റൂല. തെളിവില്ലാത്ത പണിയാണ് ഇവിടെ മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അദ്ദേഹം ഉദ്ധരിച്ച ഒരു ബാബ്, ഏത് ബാബു മാ ദുക്കിറ മിൻ ദിറഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 5-ാമത്തെ ബാബ്, ഈ കിതാബിലെ 5-ാമത്തെ ബാബ്, അതിനുള്ള തെളിവല്ല. മറ്റൊരു ബാബ് ഇയാൾ കൊടുത്തത് ഇതേ അദ്ധ്യായത്തിലെ ഏതാണ്, ബാബു ബറക്കത്തിൽ ഗാസി ഫി മാലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, അതുപോലെ തന്നെ സ്വഹാബത്തിൻ്റെ കൂടെയൊക്കെ യുദ്ധം ചെയ്ത, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം നടത്തിയ ആളുകൾക്ക് എന്താണ്, അവർക്ക് അവരെ സമ്പത്തിൽ ബർക്കത്ത് കിട്ടും. സുബൈർ റളിയല്ലാഹുവിൻ്റെ അദ്ദേഹം ഷഹീദായതിനു ശേഷം അദ്ദേഹത്തിനുണ്ടായ കടം വീടിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സുദീർഘമായ ഹദീസ്, ആ ഹദീസ് കൊടുത്ത ബാബാണ് ഇതിൽ ഒരു തെളിവായിട്ട് കൊടുത്തത്. പക്ഷേ ഈ ബാബിൽ ഇമാം ബുഖാരി കൊടുത്ത ഹദീസ് ശരിക്കൊന്ന് മുസ്ലിയാക്കന്മാർ വായിച്ചിരുന്നെങ്കിൽ സമസ്തയുടെ ആശയം തകർന്ന് തരിപ്പണമാകുമെന്ന കാര്യത്തിൽ എന്തില്ല, ഒരു സംശയമല്ല. എന്തുകൊണ്ട്? തൻ്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ബുനയ്യ ഇൻ അജസ്ത അൻഹു ഫീ ഷൈഇൻ, അതായത് മകനെ ഏൽപ്പിക്കുകയാണ്, കടങ്ങളൊക്കെ ഉണ്ട്, അത് കൃത്യമായി ആളുകൾക്ക് വീട്ടി കൊടുക്കണം എന്ന നിലക്ക് മകനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ നിനക്ക് എന്തെങ്കിലും ദുർബലത വന്നാൽ ഫസ്തൈൻ അലൈഹി മൗലായ, എൻ്റെ മൗലായയോട് നീ എന്ത് ചെയ്യണം, സഹായം തേടണം. ഫവല്ലാഹി മാ ദറൈതു മാ അറാദ ഹത്താ ഖുൽതു യാ അബതി മൻ മൗലാക, അള്ളാഹു തന്നെയാണ്, മാ ദറൈതു മാ അറാദ ഹത്താ ഖുൽതു, എന്താണ് ബാപ്പ ഉദ്ദേശിച്ചത് എന്ന് ഞാൻ ചോദിക്കോളം എനിക്ക് മനസ്സിലായില്ല, ചോദിക്കേണ്ടി വന്നു. യാ അബതി മൻ മൗലാക, ആരാണ് നിങ്ങളെ മൗല? അപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി അല്ലാ എന്നാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ തെളിവൊക്കെ ഈ സുന്നി വോയിസിൽ മുസ്ലിയാർ കൊടുത്തത് എന്തിനാ? CM മടവൂര് വലിയാണ് സ്ഥാപിക്കാനാണ്. അതെ, മമ്പുറന്തങ്ങൾ വലിയാണ് സ്ഥാപിക്കാനാണ്. ഭീമാപ്പള്ളി, പൊന്നാനി എല്ലാ ദർഗയിലും ഉള്ളവർ വലിയാണ് എന്ന് സ്ഥാപിക്കാനാണ് ഈ തെളിവ് മുസ്ലിയാർ കൊടുത്തത്. ഈ തെളിവിൻ്റെ, ഈ ബാബിൻ്റെ താഴെ വരുന്ന ഹദീസിൽ അള്ളാഹുവാണ് സംരക്ഷകൻ, അള്ളാഹുവാണ് മൗല എന്നാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ടോ ഫവല്ലാഹി മാ വഖഅതു ഫീ ഖുർബത്തിൻ മിൻ ദൈനിഹി ഇല്ലാ ഖുൽതു യാ മൗല സുബൈർ ഇഖ്ലി അൻഹു ദൈനഹു ഫയഖ്ലിഹി എന്നാണ്. യാ മൗല സുബൈർ, അള്ളാനെ വിളിച്ചത്. ഇവർ കടവും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരെ വിളിക്കുക? യാ വലിയല്ലാ, ആരെ വിളിക്കുക? ഇവർക്ക് മുദബ്ബിറും ഇവർക്ക് റബ്ബും ഒക്കെ ആയിട്ടുള്ള CM മടവൂരിനെ വിളിക്കണം എന്നാണ് ഇവരെ മാലകളും, മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കണം, റിഫായി ഷെയ്ഖിനെ വിളിക്കണം എന്നാണ് ഇവരെ മാലകൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ മാലകളിലെ ആശയങ്ങൾ അത് തച്ചുടക്കേണ്ട ആശയങ്ങളാണ് എന്നാണ് ഈ സംഭവം തന്നെ പഠിപ്പിക്കുന്നത്. മാത്രവുമല്ല, ഇതിനെ വിശദീകരിച്ച് വന്നപ്പോൾ ഇവിടെ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? ഈ വിഷയത്തിൽ തെളിവുണ്ട് എന്നാണ്. എന്തിനാണ് തെളിവ്?
സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇതാ വഫീഹി മൻസിലത്തു സുബൈർ ഇൻദ നഫ്സിഹി വഅന്നഹു ഫീ തിൽകൽ ഹാല കാന ഫീ ഗായത്തിൽ വുസൂഖി ബില്ലാഹ് വൽ ഇഖ്ബാലി അലൈഹി വറിളാ ബിഹുക്മിഹി വൽ ഇസ്തിആന ബിഹി. അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട് അതേപോലെ തന്നെ അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിനോട് സഹായം തേടുക എന്ന മാർഗമായിരുന്നു ആരിത്? സുബൈർ റളിയല്ലാഹുവിൻ്റെയൊക്കെ മാർഗം. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെ വളച്ചൊടിച്ചും കോട്ടിമാട്ടിയിട്ടുമാണ് കാര്യം സാധിക്കാൻ മുസ്ലിയാർ നോക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൽ വേറെ ഒരു സംഭവം സ്വഹീൽ ബുഖാരി തന്നെ കൊടുത്തത് എന്താ വെച്ചാൽ ബാബു മൗത്തി യൗമിൽ ഇത്നൈനി, അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച ദിവസമാണല്ലോ മരണപ്പെട്ടത്. അപ്പോൾ ആ തിങ്കളാഴ്ച ദിവസം മരണപ്പെട്ടു എന്ന ആ ബാബ് കൊടുത്തിട്ട് നമ്മളും ഈ മഹാന്മാരുടെ ചാരത്തായും കൊണ്ട്, അല്ലെങ്കിൽ മഹാന്മാരൊക്കെ മരിച്ച ദിവസം നമ്മളും മരിക്കാൻ ആഗ്രഹിക്കണം, ആ നിലക്കുള്ള കാര്യങ്ങൾ സ്ഥാപിക്കാനാണ് എന്താകുന്നത് ഈ സംഭവം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം കൊടുത്തിട്ട് മുസ്ലിയാർ എന്ത് ചെയ്യണത്? സ്ഥാപിക്കാൻ നോക്കുന്നത്. എന്നിട്ട് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അതിൽ ആ കാര്യത്തെ അനുകൂലിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന നിലക്ക് മുസ്ലിയാർ ഇവിടെ സ്ഥാപിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവർ സ്ഥാപിക്കുന്ന കാര്യത്തിലേക്ക് തെളിവുണ്ടോന്നാണ് നോക്കേണ്ടത്. അതായത് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച ആ ദിവസം മരിക്കണം എന്ന നിലക്ക് ആഗ്രഹിക്കാൻ ഒരു ശറഹില്ല, അങ്ങനെ ഒരു നിയമമില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃക പിൻപറ്റി പോവുക എന്നതാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ മാതൃക പിൻപറ്റുന്ന കാര്യത്തിൽ ഞാൻ മരണപ്പെട്ട ദിവസം നിങ്ങൾ മരിക്കാൻ കൊതിക്കണം എന്നെന്തില്ല, എവിടെയില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് തെളിവായി എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ പറഞ്ഞു എന്ന് ഇതിനെടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അവരുടെ വാക്കിലും എന്തുണ്ടാകാം? തെറ്റുകൾ വരാം, ശരിയാകാം. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ലാ പറഞ്ഞൊരു വാക്ക് ഉണ്ടല്ലോ, ഇന്നമാ അന ബഷർ, ഞാനൊരു മനുഷ്യനാണ്, ഉഖ്തി വ ഉസീം, എനിക്ക് ശരിയാകാം തെറ്റ് പറ്റാം. അതുകൊണ്ട് ഫൻളുറു ഫീ റഈ, എൻ്റെ അഭിപ്രായം നിങ്ങൾ നോക്കണം. ഫകുല്ലു മാ വാഫഖൽ കിതാബു വസ്സുന്ന ഫഖുദു, ഖുർആനോട് സുന്നത്തിനോട് യോജിക്കുന്നത് നിങ്ങൾ എടുക്കുക, യോജിക്കാത്തത് നിങ്ങൾ ഒഴിവാക്കുക. ഇതൊക്കെ ഇമാം മാലിക് റഹിമഹുല്ലാ എന്നോ പറഞ്ഞതാണ്. 4 മദ്ഹബിൻ്റെ ഇമാമുകൾ ആ അഭിപ്രായത്തിലുള്ളവരാണ്. അപ്പോൾ ആ നിലക്ക് തെളിവെടുക്കാൻ നോക്കിയാൽ അതും സാധ്യമല്ല. പിന്നെ മഹാത്മാക്കളുടെ ചാരത്ത് മറമാടിക്കിട്ടാൻ ആഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ടും ബുഖാരിയിലെ ഒരു ബാബു മൻ അഹബ്ബദ്ദഫ്ന ഫിൽ അർളിൽ മുഖദ്ദസ ഔ നഹവിഹാ, പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലത്ത് മറവ് ചെയ്യപ്പെടൽ ഇഷ്ടപ്പെടുക, അതുപോലെയുള്ള എന്ന് പറഞ്ഞെടുത്ത് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അമ്പിയാക്കളും അതേപോലെ സ്വഹാബത്ത് വരെയൊക്കെ മറവ് ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ, അതിപ്പോൾ എന്തായാലും നമുക്ക് ഉറപ്പാണ് മക്ക അല്ലെങ്കിൽ മദീന, അതേപോലെ തന്നെ ബൈത്തുൽ മഖ്ദിസ് പോലെയുള്ള സ്ഥലങ്ങളാണ്. ഇതൊരു വിശ്വാസി ആഗ്രഹിക്കുന്ന കാര്യമാണ്. കാരണം പരിശുദ്ധമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട സ്ഥലത്ത് ജീവിക്കുക, അവിടെ മരിക്കുക, അതുപോലെ തന്നെ അവിടെ മറവ് ചെയ്യപ്പെടുക, ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതെടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഇവിടുത്തെ CM മടവൂരിൻ്റെ ജാറവും പുത്തമ്പള്ളി ജാറവും മമ്പുറം ജാറവും ഒന്നും വെളുപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ സ്വഹാബത്താരും ഇതൊക്കെ ഈ നിലക്കുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് അവരാരും എന്തായിട്ടില്ല, ഇത്തരത്തിലുള്ള ചൂഷണത്തിൻ്റെ അല്ലെങ്കിൽ തട്ടിപ്പിൻ്റെ വഴികൾ അവരാരും തുറന്നിട്ടില്ല, ആശ്രയിച്ചിട്ടില്ല. പിന്നെ ഇബ്നു മുൻഖദിർ, താബിഈയായ ഇബ്നു മുൻഖദിറിൻ്റെ പേരിൽ ദുർബലമായ സംഭവം ആ താബിയുടെ പേരിൽ പ്രചരിപ്പിക്കും. ഇങ്ങനെ ഒരു നിലക്കും നമുക്ക് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും പറ്റാത്ത വിധമുള്ള തെളിവെടുക്കലാണ് മുസ്ലിയാർ ഇതിൽ നടത്തിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മുസ്ലിയാർക്ക് വേണ്ട പല ആൾക്കാരുടെ പേരും കൊണ്ടുവന്നിട്ടുണ്ട്. ഇമാം ഷാഫിൻ്റെ പേരിൽ, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലയുടെ പേരിലൊക്കെ പലതും ഇതിൽ കടത്തിക്കൂട്ടി, ഇമാം മാലിക് റഹിമഹുല്ലയുടെ പേരിലൊക്കെ സ്വീകാര്യമല്ലാത്ത കുറേ സംഭവങ്ങൾ സൂഫികളൊക്കെ പ്രചരിപ്പിച്ച കുറേ കഥകളൊക്കെ മുസ്ലിയാർ തെളിവാക്കിയിട്ടുണ്ട്. ഏതായിരുന്നാലും മുസ്ലിയാരുടെ ആഗ്രഹപ്രകാരം നിലനിൽക്കുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നിലനിർത്തി കൊണ്ടുപോകണം, അതിനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ മതപ്രമാണങ്ങൾ എന്ന് പറഞ്ഞ് ഇതിനെ അവതരിപ്പിക്കൽ വലിയ മണ്ടത്തരമാണ്. അതൊരിക്കലും അഹ്ലുസുന്നയുടെ വക്താക്കൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ബറക്കല്ലാഹു ഫീക്ക്. ഏതായാലും ഈ ഒരു സമസ്തക്കാർ അവരുടെ തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാനും പ്രാർത്ഥിക്കാനുമെല്ലാം അവർ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 15-ലധികം തെളിവുകൾ പരതി തപ്പി കൊണ്ടുവന്ന് മുസ്ലിയാർ ഈ ഒരു പ്രസിദ്ധീകരണത്തിൽ കൊണ്ടുവന്ന ആ തെളിവുകളുടെ മൊത്തത്തിലുള്ളൊരു അവസ്ഥയാണ് 3-4 സാമ്പിളുകൾ വിശകലനം ചെയ്തുകൊണ്ട് ബഹുമാനായ ഉസ്താദ് മൂസ സ്വലാഹി വിശദീകരിച്ചത്. ആ തെളിവുകളെല്ലാം ഒന്നുകിൽ അസ്വീകാര്യവും ഇനി സ്വീകാര്യമാണെങ്കിൽ തന്നെ
അതിന് അവർ ഉദ്ദേശിക്കുന്ന തെളിവുകൾ അതിലില്ല. അവരുടെ വ്യാഖ്യാനങ്ങൾ അതിൻ്റെ വ്യാഖ്യാനങ്ങളല്ല, അഹ്ലുസുന്നയുടെ യഥാർത്ഥ വ്യാഖ്യാനം അവരുടെ വ്യാഖ്യാനങ്ങളല്ല എന്നെല്ലാമാണ് ഈ ഒരു സംസാരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഷഫി അൽ ഹിക്കമി, ഈ രീതിയിൽ ഇപ്പോൾ ഉസ്താദ് അതിൻ്റെ പൊള്ളത്തരങ്ങൾ വിശദീകരിച്ചു. പക്ഷേ ഈ തെളിവുകളെല്ലാം അവർ കൊണ്ടുവരുന്നത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനല്ല, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനല്ല, നേരെ മറിച്ച് സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാനും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനൊക്കെയാണ് ഇത്ര വിശദമായിക്കൊണ്ട് പ്രമാണങ്ങളുണ്ട് എന്ന് പറഞ്ഞ് 15ലധികം ഉദ്ധരണികൾ അദ്ദേഹം കൊണ്ടുവരുന്നത്. അപ്പോൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാൻ വരെ ഇത്തരത്തിൽ തെളിവുകൾ പരതിയ തെളിവുണ്ട് എന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്നൊരവസ്ഥ ഇപ്പോഴും സമൂഹത്തിൽ മുസ്ലിയാക്കന്മാർക്കിടയിലൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം രംഗങ്ങളിലെല്ലാം ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ കൈക്കൊള്ളേണ്ട ഒരു സൂക്ഷ്മത ഒന്ന് വിശദീകരിക്കാം. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുസ്ലിം ഉസ്താദ് കാര്യങ്ങൾ, ലേഖനത്തിലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി ആ സനദിൻ്റെ ന്യൂനതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇത് കേൾക്കുന്ന ഒരു സാധാരണക്കാർ എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ഇസ്ലാമിൽ ഏതൊരു കാര്യവും സ്ഥിരപ്പെടുന്നത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും മാത്രമാണ്. ഇപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ആദം നബിയോട് അള്ളാഹ് പറഞ്ഞൊരു കാര്യമാണ്, ഫഇമ്മ യഅതി അന്നക്കും ബിന്നി ഹുദ ഫമൻ തബിയ ഹുദായ ഫല യളില്ലു വല യഷ്ക. അല്ലെ, സൂറത്തു ത്വാഹയിലെ 123, 124 ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ഹുദ വന്നെത്തും. ആ ഹുദയെ പിൻപറ്റുന്നവർ എന്ത് ചെയ്യില്ല, വഴികേടിലാവില്ല, അവനൊരിക്കലും ഭാഗ്യം കെട്ടു പോവില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ആ ഹുദ? ഹുദ എന്നുള്ളത് അള്ളാഹു കൊടുക്കുന്ന വഹിയാണ്. അപ്പോൾ അതിൽ ഖുർആനാണ് അള്ളാഹുവിൻ്റെ വഹി, ഹുദയാണ്. ഫദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞു, ഖുർആനാണ് അള്ളാഹുവിൻ്റെ ഹുദ. അപ്പോൾ ആ ഹുദയെ പിൻപറ്റുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ചെയ്യേണ്ട കാര്യം. അവിടെ എന്ത് ചെയ്യരുത്, ഓരോ ആളുകളുടെ അഭിപ്രായങ്ങൾ, അതല്ലെങ്കിൽ അവരുടേതായ കാഴ്ചപ്പാടുകൾ, ആ രീതിയിലേക്ക് അതിനെ കാണാതെ എന്താണോ അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, ആ ഖുർആനിൻ്റെ വിശദീകരണമായി ഹദീസിൽ എന്താണോ പറഞ്ഞത്, അതിനെ അപ്പടി സ്വീകരിക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഖൈറായിട്ടുള്ളത്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ തന്നെ നമ്മളോട് പറഞ്ഞത് എന്താ, ഫൈൻ തനാസഅ്തും ഫീ ഷൈഇൻ, വിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലെ 59-ാമത്തെ ആയത്താണ്. ഫൈൻ തനാസഅ്തും ഫീ ഷൈഇൻ, എന്തെങ്കിലും വിഷയത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ തർക്കത്തിലായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, അത് അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കുക എന്നുള്ളതാണ്. അവിടെ എന്ത് പറഞ്ഞിട്ടില്ല, ഉലുൽ അംർ എന്ന് പറഞ്ഞിട്ടില്ല. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വർ റസൂൽ, നിങ്ങൾ അള്ളാഹിനെ റസൂലിനെ അനുസരിക്കണം, ഉലുൽ അംരി മിൻകും, ഉലുൽ അംറിനെ അനുസരിക്കണം എന്നുള്ളതാണ്. പക്ഷേ എന്നിട്ട് അള്ളാഹ് പറയാണ്, എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അത് റുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കുക. അതെന്താണ്, ഖുർആനും ഹദീസുമാണ്. അപ്പോൾ ഖുർആനും ഹദീസിലേക്കും വിശ്വാസി ഒരു കാര്യത്തെ മടക്കിയാൽ എല്ലാം ഖൈറായി, അവൻ്റെ ജീവിതത്തിൽ എല്ലാം ശരിയായി കിട്ടും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അവിടെയാണ് ചിലരെന്ത് ചെയ്യുന്നു, ഹദീസിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞു വരുന്നത്. പണ്ഡിതന്മാർ പറയണ്ടല്ലോ, ലൗലൽ ഇസ്നാദുൽ അഖാല മൻഷാ മാഷാ, സനതും ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, ഓരോരുത്തർ ഓരോ കോലത്തിൽ പറയും. ഇപ്പോൾ നമ്മളെ ഫേസ്ബുക്കിലൊക്കെ എന്തെങ്കിലും ഒരു ചിത്രം കാണും, അതിന് ഇന്ന കൂലിയുണ്ട്, ഇത്ര തവണ പറഞ്ഞാൽ ഇത്ര കൂലിയുണ്ട്. അപ്പോൾ സാധാരണക്കാരായ ആളുകൾ അതെന്ത് ചെയ്യാണ്, അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുഹറം 1 ആ ഒരു രാത്രിയിൽ ബിസ്മി എഴുതാൻ വേണ്ടി ചിലരിങ്ങനെ വല്ലാതെ പരിശ്രമിച്ചു, ചിലർ എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു അറബി ഉദ്ധരണി എടുക്കുന്നു, അത് ശരിയാണെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെയാണ് സനദിൻ്റെ ഒരു പ്രാധാന്യം. സനദ് ശരിയാണോ, ആ വന്ന റൂട്ട് ശരിയാണോ, റസൂലുള്ളാഹിയിലേക്ക് ഇത് ചേർക്കുമ്പോൾ ആ സനദ് പരമ്പര സിഹത്തുള്ള പരമ്പരയാണോ എന്ന് ഉറപ്പ് വരുത്തുക. അവിടെയാണ് നമ്മളെ ഉസ്താദ് എന്ത് ചെയ്തത്, ആ സനദിൽ ഓരോന്നിലും, ഇപ്പോൾ ഇവിടെ ലേഖനത്തിൽ വന്ന ഹദീസിൻ്റെ സനദിൽ ഓരോന്നിലും ഓരോ കുറവുകളുണ്ട് എന്ന് എന്ത് ചെയ്ത് വ്യക്തമാക്കി തന്നത്. അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഖുർആനും ഹദീസിനെയും മുറുകെ പിടിച്ച് ജീവിക്കുക. ഇപ്പോൾ മഹാനായ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പറയുന്നൊരു ഹദീസിലുണ്ട്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൂട്ടി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് അള്ളാഹിൻ്റെ റസൂൽ ഒരു ഉപദേശം കൊടുത്തു എന്നാണ്. അത് വല്ലാത്ത ആകർഷണീയമായ ലദറഫത്ത് മിൻഹൽ ഉയൂൻ വജിലത്ത് മിൻഹൽ ഖുലൂബ്, ഹൃദയങ്ങളൊക്കെ വല്ലാതെ പിടച്ച, കണ്ണുകളിൽ നിന്ന് കണ്ണീര് ചാലിട്ടൊഴുകിയ വല്ലാത്തൊരു ഉപദേശമായിരുന്നു. അപ്പോൾ സ്വഹാബത്തിനൊക്കെ മനസ്സിലായി റസൂൽ എന്തോ വിടവാങ്ങുന്ന ഒരു ഉപദേശമാണ് അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നത്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, വമാദാ തഹദു ഇലൈന, റസൂൽ ഇതൊരു കഅന്നഹ മൗഇദത്തു മുവദ്ദീൻ, ഇതൊരു വിടവാങ്ങുന്ന ഒരുത്തൻ്റെ ഉപദേശം പോലെ ഉണ്ടല്ലോ.
റസൂലെ എന്താണ് ഞങ്ങളോട് തെഹദു ഇലൈന, ഞങ്ങളോട് കരാറ് ചെയ്യുന്നത്, ഞങ്ങളോട് എന്താണ് വസിയത്ത് പറയാനുള്ളത്? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞാണ്, നിങ്ങളിൽ ഇനി ജീവിക്കുന്ന ആളുകൾ, ഇന്നഉമയ്യ ഇഷ്മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, ഇനി ജീവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഇഖ്തിലാഫുകൾ കാണും. ചിലർ പറയും ഇത് ശരിയാണ്, ചിലർ പറയും ഇത് കറാമത്താണ്, ചിലർ പറയും ഈ ഇസ്തിഗാസ ശരിയാണ്, ചിലർ പറയും അത് തെറ്റാണ്. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? അലൈക്കും ബി സുന്നത്തി വസുന്നത്തിൽ ഖുലഫാ ഇറാഷിദീൻ അൽ മഹ്ദിയീൻ അല്ലു അലൈഹ ബിൻ നവാജിദ്. നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെയും ഖുലഫാ ഉർ റാഷിദിൻ്റെ സുന്നത്തിനെയും അണപ്പല്ലുകൊണ്ട് മുറുക്കെ കടിച്ചു പിടിക്കണം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യില്ല? ഒരിക്കലും വഴിപഴപ്പിക്കില്ല. തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്തക്തും ബിഹിമ കിതാബ് അല്ലാഹി വസുന്നത്ത റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. ഒന്ന് അള്ളാഹുവിൻ്റെ ഖുർആനാണ്, രണ്ട് റസൂലിൻ്റെ ഹദീസാണ്. അത് നിങ്ങൾ എപ്പോൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നുവോ നിങ്ങൾ ഒരിക്കലും ലൻ തളില്ലു, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? വഴികേടിലായി പോവില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു സംഭവത്തിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ വളരെ ആവേശത്തിൽ ഓടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയാൻ, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവരാണ്, നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും സന്തോഷിക്കുക. റസൂൽ പറയാണ്, ആകാശത്തിൽ നിന്ന് അള്ളാഹു ഒരു കയറിനെ താഴേക്കിട്ടിരിക്കുന്നു. ആ കയറിൻ്റെ ഒരറ്റം അള്ളാഹിൻ്റെ കയ്യിലാണ്, മറ്റൊരറ്റം നിങ്ങൾക്ക് ഇട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ കയറിനെ മുറുകെ പിടിച്ച് ജീവിച്ചാൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? വഴി പിഴക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ഏതാണ് ആ കയറ്? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഖുർആനാണ്. അപ്പോൾ ഖുർആനിനെ ഒരാൾ മുറുകെ പിടിച്ച് അതിലുള്ള ആശയാദർശങ്ങളെ മുറുകെ പിടിച്ച് ജീവിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഹിദായത്തിലാകും. അവർക്ക് ഒരിക്കലും ഒരു ബിദ്അത്തിൻ്റെയോ അതല്ലെങ്കിൽ ഒരു ഷിർക്കിൻ്റെയോ മാർഗത്തിലേക്ക് പോകേണ്ടതില്ല. അപ്പോൾ നമ്മളെപ്പോഴും കേൾക്കുന്നൊരു ഹദീസാണല്ലോ, ഖൈറുൽ ഹദി ഹദി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖൈറുൽ കലാമി കലാമുള്ള, ഏറ്റവും നല്ല കലാം അള്ളാഹിൻ്റെ കലാമാണ്, ഏറ്റവും നല്ല ഹുദ റസൂലുള്ളാഹിയുടെ ഹുദയാണ്. അപ്പോൾ ആ റസൂലുള്ളാഹിയുടെ ഹുദയിൽ ഇല്ലാത്തൊരു കാര്യം, ഖുർആനിൽ ഇല്ലാത്തൊരു കാര്യം, അതുണ്ടെങ്കിൽ നമ്മളൊക്കെ അംഗീകരിക്കുമല്ലോ. ഇപ്പോൾ ഈ പറയപ്പെട്ട ലേഖനത്തിലുള്ള ആവട്ടെ, അതല്ലെങ്കിൽ ഇനി ഏതന്നെ തബറുക്കിൻ്റെതാവട്ടെ, എന്ത് തന്നെ ആവട്ടെ, ഏത് ഇസ്തിഗാസ തന്നെ ആവട്ടെ, അതൊക്കെ ഖുർആനിലും ഹദീസിലും അതിന് എന്തെങ്കിലും ഒരു സ്വഹീഹായ കാര്യം വന്നാൽ നമ്മളും അതിനെ അംഗീകരിക്കും, നമ്മൾ ഒരിക്കലും അതിനെ എതിർക്കില്ല. പക്ഷേ ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത ഇത്തരം ശിർക്കിൻ്റെ വാദങ്ങൾക്ക് അതിനു വേണ്ടി ഇത്തരത്തിലുള്ള ദുർന്യായങ്ങളൊക്കെ നിരത്തുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലക്കൊരു അന്വേഷണം എപ്പോഴും നമുക്ക് ഉണ്ടാവേണ്ട. ആരെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച് അതിനെ ഫോളോ ചെയ്യല്ല, എന്താണ് ശരിയെന്ന് അന്വേഷിക്കണം. ചരിത്രത്തിലൊരു സംഭവം കൂടെ പറഞ്ഞ് നിർത്താം. ഇപ്പോൾ മഹാനായ ഉമർ അള്ളാൻ്റെ അടുക്കലേക്ക് ഒരിക്കൽ അബൂ മൂസ അശ്ശരി റളിയല്ലാഹു വരുന്നുണ്ട് വീട്ടിലേക്ക്. അങ്ങനെ അബൂ മൂസ അശ്ശരി റളിയല്ലാഹു ഉമർ അള്ളാഹിനെ വിളിക്കും, 2 തവണ അനുവാദം ചോദിക്കും, ഉമർ അള്ളാഹു വരുന്നില്ല, വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ 3 തവണ അനുവാദം ചോദിക്കും, അപ്പോഴും വരുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞ് ഉമർ അള്ളാഹു വാതിൽ തുറന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവിടെ ആരില്ല, അബൂ മൂസ അശ്ശരി റളിയല്ലാഹു കാണാനില്ല. അപ്പോൾ അവിടെയുള്ള ആളുകളോട് ചോദിച്ചു, ആരാണ് വന്നത്? അപ്പോൾ ഉമർ അള്ളാഹിനോട് പറഞ്ഞു കൊടുത്തു, അബൂ മൂസ അശ്ശരി റളിയല്ലാഹുവാണ് വന്നത്. അപ്പോൾ അദ്ദേഹം തിരിച്ചു പോയി എന്നാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അബൂ മൂസ റളിയല്ലാഹു തആല തിരിച്ചു വിളിക്കുന്നുണ്ട്, എങ്ങനെ പോവാ? വീട്ടിൽ വന്നിട്ട് എന്നെ കാണാണ്ട് എങ്ങനെ നീ പോവാ? അത് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അബൂ മൂസ അശ്ശരി റളിയല്ലാഹു പറയാണ്, അത് ഞാൻ പോയതിൻ്റെ പിറകിലൊരു കാരണമുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു വീട്ടിൽ പോയി 3 തവണ അനുവാദം ചോദിച്ചു, അതിന് മറുപടി കിട്ടിയില്ലെങ്കിൽ അവിടുന്ന് പോകണം എന്നുള്ളതാണ് ഹദീസിലൂടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ഉമർ അള്ളാഹിക്ക് എന്തറിയില്ല? ഈ ഹദീസ് ഉമർ അള്ളാഹിക്ക് അറിയില്ല. ഉടനെ ഉമർ റളിയല്ലാഹു പറയാണ്, ഈ പറഞ്ഞത് നുണയാണെങ്കിൽ നിനക്കെതിരെ ഞാൻ നടപടിയെടുക്കും, ഇത് സത്യമാണോ എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉമർ റളിയല്ലാഹു തആല പോലും റസൂലിലേക്ക് ചേർത്തി പറഞ്ഞ ഒരു കാര്യത്തെ എന്താ ചെയ്തത്? ഇത് സത്യമാണോ എന്ന് അന്വേഷിക്കട്ടെ എന്നാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു ഈ വിഷയത്തെ അന്വേഷിക്കാൻ അൻസ്വാറുകളിൽ കിബാറുകളായ സ്വഹാബത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. കിബാറുകളായ അൻസാറുകളുടെ അടുത്ത് പോയി ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ, അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ്, അൻസ്വാരികൾ അത് പഠിപ്പിച്ചപ്പോഴാണ് എന്ത് ചെയ്തത്? ഉമർ അള്ളാഹിനെ അത് അംഗീകരിക്കുന്നത്. അപ്പോൾ ഈ ഹദീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എന്താ? ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അതിൻ്റെ പിറകിൽ പോകലല്ല, അത് റസൂലുള്ളാഹിയിലേക്ക് എത്തിയിട്ടുണ്ട്, അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ ഒരു വിശ്വാസം എന്ത് ചെയ്യാൻ പാടില്ല, അത് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു നിലപാടിലേക്ക് വിശ്വാസികൾ മാറുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്ക്. ഏതായിരുന്നാലും ഈ ഒരു ചർച്ച കേൾക്കുന്ന സത്യാന്വേഷികളായ സഹോദരങ്ങളോട് പറയാനുള്ളത്, വിശ്വാസകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ വേരാണ്. ആ വേര് നന്നായാലേ ബാക്കി ഏത് ഇബാദത്തുകൾ നമുക്ക് എത്ര തന്നെ
ധാരാളം ഉണ്ടായിരുന്നാലും കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ വിശ്വാസ കാര്യങ്ങളിൽ ഒരു വിശ്വാസി എത്രത്തോളം സൂക്ഷ്മതയും സംശയരഹിതമായ നിലപാടിലേക്ക് എത്തിച്ചേരണമെന്നുമൊക്കെയുള്ള അതിൻ്റെ ഒരു പ്രാധാന്യവും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഗൗരവമൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ചർച്ച ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അള്ളാഹു നമുക്കെല്ലാം സന്മാർഗവും ലഭിച്ച സന്മാർഗം നിലനിർത്തി തരികയും ചെയ്യുമാറാകട്ടെ.